ഓണവും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാവിനൊക്കെ ആകെ ഒരു ചടപ്പ. കുറേ ആയില്ലേ മധുരവും പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കുന്നു. കുറച്ച് നോൺ വെജാണ് ഇപ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നൊരു അടിപൊളി വറുത്തരച്ച ഫിഷ് കറി ആയാലോ? നല്ല ചൂരമീൻ വറുത്തരച്ച കറി. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് തിരികിയ തേങ്ങ എടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് പുളി, അതും കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് ഉലുവയും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ മീൻസ് തേങ്ങ വറുത്തൊന്ന് നമ്മുടെ അരപ്പിനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് പുളിയും ഒക്കെ ഇട്ട് ഒന്ന് വഴട്ടാം. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ തേങ്ങയും ഇടാം. ഈ തേങ്ങ വറുത്തെടുക്കുന്നത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. കുറച്ച് ടൈമും വേണം, കുറച്ച് ക്ഷമയും വേണം. ഈ തേങ്ങ തിരികിയത് ഒരേപോലെ അല്ലെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. കാരണം പല പല സൈസാകുമ്പോൾ പല പല സമയത്തായിരിക്കും ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നത്. എൻ്റെ തേങ്ങ ഏകദേശം പല പല സൈസായതുകൊണ്ട് കുറച്ചധികം സമയമെടുത്തു എനിക്ക് ഈ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ വറുക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം ചെറിയ തേങ്ങയാണ്, എന്നാലും എനിക്കെന്തോ കുറച്ചധികം സമയമെടുത്തു ഇതൊന്ന് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി കിട്ടാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി 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 റോസ്റ്റാക്കി എടുക്കാം. എൻ്റെ വീട്ടിൽ കൂടുതലും ചൂരയൊക്കെ കിട്ടിയ വറുത്തരച്ച് വയ്ക്കാറുള്ളൂ. ഒന്നുകിൽ വറുത്തരച്ച് വയ്ക്കും, ഇല്ലെങ്കിൽ ഫ്രൈ ആക്കും. അല്ലാതെ പച്ചയ്ക്ക് തേങ്ങ അരച്ച് വയ്ക്കുന്ന ആ ഒരു രീതി എൻ്റെ വീട്ടിലില്ല. എൻ്റെ വീട്ടിലെപ്പോഴും വറുത്തരച്ച ചൂരക്കറി, ചെമ്മീനാണെങ്കിലും വറുത്തരച്ച ചെമ്മീൻ കറി അങ്ങനെ വയ്ക്കാറുള്ളൂ. വറുത്തരച്ച് വയ്ക്കുമ്പോഴും തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കയും ഒക്കെ ഇടും. പക്ഷേ ഇന്ന് നമ്മൾ വറുത്തരച്ച് വയ്ക്കുമ്പോൾ മുരിങ്ങക്കയൊന്നും ഇടുന്നില്ല. ഈ വറുത്തരച്ച് വയ്ക്കുന്ന കറിയിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇടുന്നതുമില്ല. നമ്മുടെ ഇന്നത്തെ വറുത്തരപ്പിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മസാല ഫ്ലേവർ നമ്മുടെ ചൂരക്കറിക്ക് കാണില്ല. കൂടുതലും തേങ്ങയുടെയും ഫിഷിൻ്റെയും ഒരു ടേസ്റ്റായിരിക്കും നമ്മുടെ കറിക്കുള്ളത്. നല്ലതുപോലെ വരണ്ട് വന്നാൽ നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി നമുക്ക് ചേർക്കാം. മൂന്നാമതായിട്ട് മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടിയാണ് കറികൾക്ക് കൂടുതലും ഇടുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ വരട്ടി എടുക്കാം. 3-4 മിനിറ്റ്സ് കൂടി നമുക്കിതിനെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കാം. എന്നാലേ ആ പൊടി ഐറ്റംസിൻ്റെയൊക്കെ ഉള്ളൂ ആ ഒരു പച്ചമണം പോവുകയുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ച് നമ്മുടെ കറിക്കുള്ള കൺസിസ്റ്റൻസിയിൽ ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. തരിതരിയില്ലാതെ നല്ല പേസ്റ്റാക്കിയാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. എനിക്കതാണ് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇഷ്ടം. ഇനി നമുക്ക് മെയിൻ കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായി ഒരു പാൻ വെച്ച് നമ്മൾ ഈ അരച്ച അരപ്പ് അതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കും. ഞാൻ കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ നല്ലതുപോലെ നമുക്കൊന്ന് വറ്റിച്ചൊക്കെ എടുക്കാൻ പറ്റും. കൂടെ ഒരു വലിയ തക്കാളി 8ആയി കട്ട് ചെയ്തതും പിന്നെ ഒരു 4-5 കഷ്ണം പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഒരു പിടി കുഞ്ഞുള്ളിയുമാണ് ചേർക്കുന്നത്. കുഞ്ഞുള്ളി ഇട്ടാൽ നമ്മുടെ മീൻകറിയൊക്കെ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് പോയി നമ്മുടെ മീനൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി ഒന്ന് കട്ടൊക്കെ ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് അറിയണ്ടേ. ഇനി നമുക്ക് നമ്മുടെ മീൻകൂട്ടന്മാരെ നമ്മുടെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. മീനായതുകൊണ്ട് തന്നെ വേഗം വെന്തോളും. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി ഒന്ന് സെറ്റായിട്ടുണ്ട്. കുറച്ചുകൂടി കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കി ഒന്ന് രുചിച്ചൊക്കെ നോക്കി നമുക്ക് ഇളക്കി കുറച്ച് തീയിൽ കുറച്ചധികം നേരം നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വറുത്ത ചൂരമീൻ കറി റെഡിയായിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെയോ ഇല്ലെങ്കിൽ കപ്പയോടൊപ്പമോ അപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ പുട്ടിനൊപ്പമോ ഒക്കെ നമ്മുടെ ഈ ചൂരക്കറി ഒരു അസാധ്യ കോമ്പിനേഷനാണ്. അപ്പോൾ കുറച്ചധികം സമയം നമുക്കിതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കറി. നല്ലതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. തവിയിട്ട് ആക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോയാലോ, അപ്പം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. കണ്ടോ അതിൻ്റെ തിക്നെസ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് ഒന്ന് വറുത്ത് കൂടി ഒഴിച്ച് ഇളക്കിയെടുത്താൽ നമ്മുടെ വറുത്ത മീൻ കറി റെഡിയായി. നല്ല ചുവന്ന നല്ല എരിവുള്ള നമ്മുടെ ചുരമീൻ കറി ചോറിനൊപ്പവും അല്ലെങ്കിൽ അപ്പത്തിനോടൊപ്പമോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.